الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين، أما بعد. عن أم المؤمنين عائشة رضي الله عنها لما أنزل الله على رسوله آية التخيير قال لها: لا عليك ألا تعجلي حتى تستأمري أبويك. فقالت: أفي هذا أستأمر أبوي فإني يريد الله ورسوله والدار الآخرة. رواه البخاري. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തഖ്യീറിന്റെ ആയത്ത് ഇറക്കിയപ്പോൾ, തഖ്യീറിന്റെ ആയത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ അഹ്സാബിലെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: യാ അയ്യുഹൻ നബി ഖുൽ ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്തദ് ദുനിയ വസീനതഹാ ഫതആലൈന ഉമത്തിഉകുന്ന വഉസർരിഹ്കുന്ന സറാഹൻ ജമീല. നബിയെ, താങ്കളുടെ ഭാര്യയോട് പറയുക, ഭാര്യമാരോട് പറയുക, നിങ്ങൾ ദുനിയാവിലെ ജീവിതവും ഈ ദുനിയാവിന്റെ പളപളപ്പുകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് വിവാഹമോചനം നൽകാം. അതിനു പകരമായിട്ട് നിങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരവും നൽകാം. എന്നാൽ നിങ്ങൾ നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും ആഖിറത്തിനെയുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലാഹു നിങ്ങളുടെ കൂട്ടത്തിലുള്ള മുഹ്സിനാത്തുകൾക്ക് വളരെ വലിയ പ്രതിഫലം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു ശേഷം പറഞ്ഞു: നിങ്ങളിൽ ഒരാളൊരു മോശമായ ഒരു ഫാഹിഷത്ത് ചെയ്യുകയാണെങ്കിൽ സാധാരണ ഒരു സ്ത്രീ ചെയ്യുന്നതിന്റെ ഇരട്ടി കുറ്റം, ശിക്ഷ അതിന്റെ പേരിൽ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ പാലിച്ച് ഖാനിതാത്തുകളായി ജീവിച്ചു കഴിഞ്ഞാൽ രണ്ടരട്ടി പ്രതിഫലം അവർക്ക് നാം നൽകുമെന്നും അള്ളാഹു പറഞ്ഞു. എന്നിട്ടും ഒരുപാട് ഉപദേശങ്ങൾ. യാ നിസാ അൻ-നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. നബി കുടുംബമേ, അല്ലെങ്കിൽ നബിയുടെ ഭാര്യമാരെ, നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലുള്ള സ്ത്രീകളല്ല, നിങ്ങൾ ഉന്നതമായ പദവിയിലിരിക്കുന്ന സ്ത്രീകളാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഉപദേശങ്ങൾ അവർക്ക് നൽകി. ഏതായാലും ഈ തഖ്യീറിന്റെ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭാര്യമാരോട് പറയാണ്, നിങ്ങൾക്ക് രണ്ടിലൊന്ന് തെരഞ്ഞെടുക്കാം. ഒന്നുകിൽ ദുനിയാവും അതിന്റെ സുഖലോലുപതയും തെരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അതില്ലാത്ത അള്ളാഹുവിനെയും റസൂലിനെയും ദാറുൽ ആഖിറയും നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: വലാ അലൈക അല്ലാ തഅജലി, നീ ഒരിക്കലും ധൃതി കാണിക്കരുത്. ഹത്താ തസ്തഅ്മരി അബവൈക, നീ എന്ത് ചെയ്യാ, നിന്റെ മാതാപിതാക്കളോട് കൂടിയാലോചന നടത്തുക.
എന്നിട്ട് അപ്പൊ ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാരെ തെളിവ് പിടിച്ചത് ഏത് കാര്യമാണെങ്കിലും അത് ദീനിയാണെങ്കിലും ദുനിയവിയാണെങ്കിലും അതിലുള്ള മഫാസലുകളെ സംബന്ധിച്ച് അറിയുന്ന ആളുകളോട് കൂടി ആലോചിക്കണം എന്നുള്ള വിഷയമാണ് ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പ്രധാനമായി എടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് കൽപ്പിച്ചു, വശാവിറുഹും ഫിൽ അംർ. നബി ആരാ? അൽ മുഅയ്യദു ബിൽ വഹി. അല്ലാഹു വഹി കൊണ്ട് പിന്തുണ നൽകിയ റസൂലാണ് അല്ലേ? ആ ഉന്നതമായ മഖാമിൽ അദ്ദേഹത്തെക്കാൾ എന്താണ് പക്വതയും അവിടത്തേക്കാളും എന്താണ് വിവരവുമുള്ള ആരും തന്നെയില്ല. ആ റസൂലിനോട് കാര്യങ്ങളെ സംബന്ധിച്ച് സഹാബിമാരോട് കൂടിയാലോചന നടത്താൻ വേണ്ടി അള്ളാഹു പറഞ്ഞു. ആ അടിസ്ഥാനത്തിൽ റസൂൽ എല്ലാ കാര്യങ്ങളും സഹാബിമാരോട് കൂടിയാലോചിക്കാറുണ്ടായിരുന്നു. റസൂല് തന്റെ രാത്രി സമയങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കൂടി ഇരുന്നു കൊണ്ട് സമൂഹത്തിന്റെ വിഷയങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു, ചർച്ചകൾ ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ടാണ് വളരെ ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. നമുക്കറിയാം എത്ര സംഭവങ്ങൾ വന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു ഒരു സഹാബി ഒരു അഭിപ്രായം പറയും, അത് റസൂലുള്ളാഹി എടുക്കും. നോക്കി, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരുടെ കൂട്ടത്തിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ സഹാബിമാരുടെ കൂട്ടത്തിൽ നിന്ന് ഇരിക്കുന്ന സമയത്ത് റസൂൽ പെട്ടെന്ന് എഴുന്നേറ്റങ്ങ് പോയി. അപ്പൊ പെട്ടെന്ന് മടങ്ങി വരുമെന്ന് സഹാബിമാർ ധരിച്ചു. പക്ഷെ റസൂൽ മടങ്ങി വരുമെന്ന് കണ്ടില്ല. എല്ലാവരും ബേജാറായി. ആദ്യമായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. പിറകെ സഹാബിമാരോ മുഴുവൻ. അങ്ങനെ അബൂ ഹുറൈറ മുന്നിൽ ഇങ്ങനെ നടന്നു. അങ്ങനെ ബനു നജ്ജാർ ഗോത്രത്തിന്റെ ഒരു വലിയ മതിൽ കെട്ട് കണ്ടു. അങ്ങനെ അവിടെ വാതിലുകളുണ്ടോ അകത്തേക്ക് പ്രവേശിക്കാൻ നോക്കി. അങ്ങനെ എല്ലാം അടഞ്ഞു കിടക്കണം. വെറും അവിടെ നിന്നുള്ള വെള്ളം പുറത്തേക്ക് വരാൻ ഒരു ഓവുണ്ട്, വലിയൊരു പൈപ്പ് അവിടെ ഉണ്ട്, ഒരു വിടവുണ്ട് അവിടെ. അതിലൂടെ ഒരു സാലബ്, ഒരു കുറുക്കൻ എങ്ങനെയാണ് നുഴഞ്ഞു കയറുന്നത് അതുപോലെ അബൂ ഹുറൈറ നുഴഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അപ്പൊ റസൂലുള്ളാഹി അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്നു. റസൂലുള്ളാഹി തന്നെ ചോദിച്ചു. അപ്പൊ അബൂ ഹുറൈറ പറഞ്ഞു, താങ്കൾ ഇങ്ങനെ എഴുന്നേറ്റ് പോയി, എന്നിട്ട് ഞങ്ങൾക്ക് പ്രയാസം, ഞാനാണ് ആദ്യം മുമ്പിൽ പുറപ്പെട്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ ഇങ്ങനെ കയറിയതെന്നും എല്ലാം വളരെ കൃത്യമായിട്ട് അബൂ ഹുറൈറ പറഞ്ഞു. എന്നിട്ടോ റസൂൽ പറഞ്ഞു, നീ തിരികെ പോയിക്കോ, എന്നിട്ട് എന്റെ ചെരുപ്പും എടുത്തോളൂ, അതൊരു തെളിവായിട്ട്. എന്നിട്ട് പറഞ്ഞേക്ക് പുറകിൽ നിന്ന് മതിലിന്റെ അപ്പുറത്ത് കാണുന്ന ആളുകളോട് പറയുന്നത്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്തൈഖിനൻ ബിഹാ ഖൽബഹു ദഖലൽ ജന്ന. യഖീനോടുകൂടി ലാ ഇലാഹ എന്ന് പറഞ്ഞ ആളുകളെ കണ്ടാൽ സ്വർഗമുണ്ട് ഒരു സന്തോഷ വാർത്ത അറിയിക്കും. അപ്പൊ പുറത്തറിയത് കണ്ടാരൻ ഉമറിനെ. ഉമർ ഒരു അഡ്യം വെച്ചു എന്ന് പറഞ്ഞപ്പോഴേ അബൂ ഹുറൈറയ്ക്ക് കരച്ചിൽ വന്നു. ഞാനെന്റെ നേരെ റസൂലുള്ളാഹിയുടെ മടങ്ങിപ്പോയി. ഉമറിനോട് എന്താ പറഞ്ഞത്? ഒരു സന്തോഷ വാർത്ത പറഞ്ഞത്. ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത, ഇതിലേറെ വലിയൊരു ഒരു സന്തോഷ വാർത്തയില്ല. അപ്പൊ റസൂലുള്ളാഹി എന്താ ചോദിച്ചു, എന്റെ ഉമറെ എങ്ങനെ ചെയ്തത്? അപ്പൊ ഇങ്ങനെ ആളുകളോട് പറഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? അമലൊന്നും എടുക്കൂല. എനിക്ക് എല്ലാവരും സ്വർഗം ഉണ്ടല്ലോ, ഖലാസ്, ഇന്നെന്താ ആവശ്യമില്ല, അമല് വേണ്ടതില്ല എന്ന് പറയും. കാരണം സ്വർഗം ഉറപ്പായില്ലേ. പിന്നെന്താണ്? അമലുകൾ വർദ്ധിപ്പിക്കില്ല. അപ്പൊ റസൂൽ പറഞ്ഞു, അതെ ശരിയാണ്, എന്നാ ഞാൻ ആരോട് പറയണ്ട എന്ന് ആരോട് പറഞ്ഞു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ എത്ര സംഭവങ്ങൾ ഉണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു മാത്രമല്ല, എത്രയോ സഹാബിമാര്. നമുക്കറിയാം ഖന്ദഖ് യുദ്ധത്തില് ഇങ്ങനെ ഒരു ഖന്ദഖ് എന്ന ഒരു അഭിപ്രായം ആരാണ് കൊണ്ടുവന്നത്? സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു.
അദ്ദേഹം എന്താണ് അഹ്സാബ് യുദ്ധം എന്താണ്, അല്ലെങ്കിൽ ഖന്തഖ് യുദ്ധം, അതിന് മറ്റൊരു പേരാണ് അഹ്സാബ്. ആ യുദ്ധം എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗങ്ങളും, മുശ്രിക്കുകളും അതുപോലെ ജൂതന്മാരും അതുപോലെ എല്ലാ വിഭാഗം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുഅ്മിനീങ്ങൾക്കും എന്താണ് സംഘടിച്ച യുദ്ധമായിരുന്നു. അതിനെക്കുറിച്ച് അല്ലാഹു ആയത്തിൽ പറഞ്ഞതാണ്, അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നൻ നാസ ഖദ് ജമഅു ലക്കും. ജനങ്ങള് സഹാബിമാരോട് പറഞ്ഞു, എല്ലാവരും നിങ്ങൾക്കെതിരായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സംഘടിച്ചിട്ടുണ്ട്. ഫഖ്ശൗഹും, നിങ്ങൾ പേടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. വഖാലു ഹസ്ബുനല്ലാഹു ഫസാദതുഹും ഈമാന, അല്ലെങ്കിൽ ഫസാദഹും ഈമാന, ഈമാൻ വർദ്ധിച്ചവർ. എന്നിട്ട് അവർ പറഞ്ഞു അല്ലാഹു മതി നമുക്ക്. ഏതായാലും ശരി, അപ്പൊ എന്താണ്, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു അഭിപ്രായം പറഞ്ഞത് ആരാണ്? അത് സൽമാൻ ഫാരിസി. അത് സ്വീകരിച്ചു. ഇങ്ങനെ എല്ലാ അഭിപ്രായങ്ങളും ബാങ്കിന്റെ വിഷയത്തിൽ ചർച്ച വന്നു. എന്താ ചെയ്യേണ്ടത്? ആദ്യ സമയങ്ങൾ എന്തായിരുന്നു? ഈ 5 നേരത്തെ നമസ്കാര സമയത്ത്, അത് സമയമെടുക്കുന്ന സമയത്ത് എല്ലാ സായന്മാരും പള്ളിയിലേക്ക് വരാൻ ചെയ്യാം. അപ്പൊ എന്തായി, പിന്നെ ഒരു ദിവസം ചർച്ചയായി. എങ്ങനെയാണ് ആളുകൾ എന്ത് ചെയ്യാം, പള്ളിയിലേക്ക് എന്താണ് സമയം അറിയിക്കുക എങ്ങനെയാണ്? അങ്ങനെ ചില ആളുകൾ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, നസ്രാനികളുടെ മണി പോലത്തെ ബെല്ല് പോലത്തെ ഒരു ബെല്ല് നമുക്ക് ഉണ്ടാക്കാം. മറ്റൊരു ചില ആളുകൾ പറഞ്ഞു എന്താണ്, ബൂഖൻ മിസ്ല ബൂഖൽ യഹൂദ്, ജൂതന്മാരുടെ എന്താണ് കുഴൽ പോലത്തെ കുഴൽ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഉമർ പറഞ്ഞു എന്താണ്, നമുക്കൊരാള് എന്താണ് ഒരാളെ വിളിച്ചു പറയാൻ നിശ്ചയിച്ചുകൂടെ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ്. പിന്നെ അപ്പം പറഞ്ഞ എന്താണ്, അഖിയ ബിലാൽ ഫനാദി ബിസ്സലാ എന്ന് റസൂൽ അപ്പം പറഞ്ഞു. എത്ര സംഭവങ്ങളാണുള്ളത്, ഒരുപാട്. അപ്പൊ എന്താണ്, ഇനി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇനി റസൂലുള്ളാഹിന്റെ തന്നെ വേറെ സംഭവം എന്താണ്, റസൂലുള്ളാഹ് ഒരിക്കല് ഹജ്ജിന്റെ സമയത്ത് മുടി വടിക്കാൻ വേണ്ടി റസൂലുള്ളാഹ് കൽപ്പിച്ച സഹാബിമാരും, പക്ഷെ ആരും വടിച്ചില്ല. റസൂലുള്ളാഹിക്ക് ആകെ വിഷമമായി. അതൊരു അമീറിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു മാനസികാവസ്ഥയാണ്. തന്റെ കൽപ്പന എന്താണ് അനുയായികൾ പാലിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വിഷമം ഉണ്ടാകും. ഇങ്ങനെ നേരെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഉമ്മുൽ മുഅ്മിനീൻ കാര്യം, എന്നിട്ട് ഈ വിഷമം റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ ഉമ്മു സലമ പറഞ്ഞില്ല, റസൂലെ താങ്കൾ നേരെ പോയിട്ട് എന്ത് ചെയ്യാൻ, മുടിയെ പഠിച്ചില്ല. പോയി പഠിച്ചപ്പോഴോ എല്ലാവരും എന്ത് ചെയ്തു, റസൂലെ മുടി പഠിക്കുന്ന കണ്ടപ്പോൾ എല്ലാവരും പഠിച്ചു. കാരണം എന്താണ്, അങ്ങനെയാണ്. അത് ആളുകളിൽ എന്താണ്, പിന്നെ ഒരു മാതൃക കണ്ടാൽ അതെന്ത് ചെയ്യും, പിൻപറ്റും. അവിടെ ഉമ്മു സലമയുടെ അഭിപ്രായം സ്വീകരിച്ചു. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. റസൂൽ നമ്മുടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നം കണ്ടു, മകനെ അറുക്കണം എന്നുള്ളത്. നേരെ പോയിട്ട് ഒരു കത്തി എടുത്തിട്ട് ഒറ്റ പിടിച്ച് കിടത്തിൽ നിന്നിട്ട് അറുക്കല്ല ചെയ്തത്. മറിച്ച് എന്താണ്, യാ ബുനൈ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹു ഫൻദുർ മാദാ തറ, ഞാൻ നിന്നെ അറക്കുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നീ എന്താണ് അഭിപ്രായപ്പെടുന്നത്? അഭിപ്രായം ചോദിച്ചു. ആളുകളുടെ ഉഖൂലുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അവരുടെ ബുദ്ധിക്ക് നമ്മൾ എന്ത് ചെയ്യണം, വില കൽപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ എന്താണ്, അവരോട് ചോദിക്കണം, അഭിപ്രായം ചോദിക്കണം. അപ്പൊ എന്താണ് പറഞ്ഞത്, താങ്കളോട് എന്താണ് കൽപ്പിക്കേണ്ടത് ചെയ്യുക. എന്നെ താങ്കൾക്ക് സാബിറുകളുടെ കൂടുതൽ കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞു. ഇങ്ങനെ എത്ര മാതൃകകൾ അള്ളാഹു പറഞ്ഞു. മുസ്ലിമീങ്ങളുടെ കാര്യം അവർക്കിടയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. പ്രത്യേകിച്ച് ആരോടാണ് ചോദിക്കേണ്ടത്, നമ്മുടെ ഒരു വിഷയം വന്നാല് പണ്ഡിതന്മാരോട് ചോദിക്കണം. കാരണം എന്താണ്, അള്ളാഹു ഒരുപാട് ആയത്തുകൾ പറഞ്ഞു, അറിവുള്ള ആളുകളോട് ചോദിക്കണം, പണ്ഡിതന്മാരോട്. നമ്മുടെ ഏതൊരു വിഷയമാകട്ടെ, നമ്മളൊരു കച്ചവടം തുടങ്ങുകയാണെങ്കിലും
ഒരു കൃഷി തുടങ്ങി കല്യാണം കഴിക്കുകയാണെങ്കിലും നമ്മുടെ എന്താണ് ജീവിതത്തിന്റെ ഏത് മേഖലയിലാണെങ്കിലും ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിലും നമ്മൾ പഠിക്കാൻ പോവുകയാണെങ്കിലും എല്ലാം ആരോട് ചോദിക്കണം? പണ്ഡിതന്മാരോട് ചോദിക്കണം. കാരണം അതിലെല്ലാം തന്നെ എന്തുണ്ടാകും? ഒരുപാട് ഹലാല് ഹറാമുകളുണ്ടാകും. മാത്രമല്ല ഈ പണ്ഡിതന്മാരൊക്കെ ധാരാളം ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അവർക്ക് ഒരുപാട് എന്തുണ്ടാകും? ഖിബ്റത്തുകൾ ഉണ്ടാകും, എക്സ്പീരിയൻസ് ഉണ്ടാകും. അപ്പൊ അതിൽ നിന്നുള്ള ഒരുപാട് ദുററുകൾ, ഒരുപാട് മണിമുത്തുകൾ നമുക്ക് അവർ നൽകും. പിന്നെയോ അവരത് അവരുടെ എന്താണ് പരിചയങ്ങൾ പഠിച്ചു തരും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഏതൊരു എന്താണ് കാര്യമാണെങ്കിലും അഭിപ്രായം ചോദിക്കണം. നമ്മൾ വിചാരിക്കും അവരെന്താണ്, അവർക്കാകെ കുറിച്ച് ഇങ്ങനെ പുസ്തകം വായിച്ചുള്ള ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ. അങ്ങനെയൊന്നുമല്ല. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്, അവർ എല്ലാ ഫീൽഡിലും എന്തായിരിക്കും, എല്ലാ ഫീൽഡിലും പൂർണ്ണത കൈവരിച്ച ആളുകളായിരിക്കും. അതിനെ സംബന്ധിച്ചെല്ലാം തന്നെ പൂർണ്ണമായ അറിവ് സമ്പാദിച്ച ആളുകളായിരിക്കും. കാരണം എന്താണ്, എല്ലാ പ്രശ്നങ്ങളാളും അവരുടെ വരിക. അപ്പൊ അവർക്ക് അവരുടെ പ്രശ്നങ്ങളെല്ലാം അറിയാം. അവരുടെ ആ സാഹചര്യവും അവരുടെ എത്ര എന്താണ് ആളുകൾ, ഡോക്ടർമാരാണെങ്കിലും എഞ്ചിനീയർമാരാണെങ്കിലും അധ്യാപകന്മാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും നേതാക്കന്മാരാണെങ്കിലും എല്ലാവരും ചില ആരത്താണ്, ഈ പണ്ഡിതന്മാരത്താണ്. വിദ്യാർത്ഥികളാണെങ്കിലും ആരാണെങ്കിലും സാധാരണക്കാര് എല്ലാം ചെല്ലുന്നത്. അപ്പൊ അവരുടെയൊക്കെ എന്താണ് അവസ്ഥകളും അവരുടെ എല്ലാം തന്നെ എന്താണ് ജീവിതാനുഭവങ്ങൾ കേട്ട പരിചയം അവർക്കുണ്ടാകും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി അവർക്കറിയാമായിരിക്കും. ആ വിഷയത്തിലെല്ലാം ഉള്ളത് അതെല്ലാം അവർ പറഞ്ഞു തരും. നോക്കൂ, ഇമാം ഇബ്നുൽ ഖയ്യിം അല്ലെങ്കിൽ ഇമാം അബുൽ ഹസൻ അൽ മാവർദി റഹിമഹുല്ലാഹ് പറഞ്ഞു, വകത്തു من استشارة ذوي الألباب لا سيما في الأمر الجليل فإن كل عقل ذخيرة في الصواب ومسكن من التدبير ولقلما يضل عن جماعة رأي أو يذهب عنهم صواب. ബുദ്ധിയുള്ള ആളുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അവര് ധാരാളമായിട്ട് മറ്റ് ആളുകളോട് കൂടിയാലോചിക്കണം. കാരണം എന്താണ്, പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു പുതിയൊരു കാര്യം തുടങ്ങുകയാണെങ്കിൽ അതിലേക്ക് ശുറുവാകുന്നതിന് മുമ്പ് കൂടിയാലോചന നടത്തണം. കാരണം എല്ലാവരുടെയും ബുദ്ധി എന്താണ്, വ്യത്യസ്തമാണ് അല്ലേ? ചിലപ്പോൾ എല്ലാം നമുക്ക് അറിയായിരിക്കും, അനുഭവം ഉണ്ടാകും, എന്നാൽ ചിലപ്പോൾ നമുക്ക് മറന്നുപോകും. അതാരുടെ ഓർമ്മയിലുണ്ടാവും, മറ്റൊരാളുടെ ഓർമ്മയിലുണ്ടാവും. അങ്ങനെ ഓരോരുത്തരുടെ മനസ്സിലും ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യും, അതെല്ലാം ജമ ചെയ്ത് കഴിഞ്ഞാൽ, ഒരുമിച്ച് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിനെ സംബന്ധിച്ചത് വലിയൊരു എന്തുണ്ടാകും, വലിയൊരു പിക്ചർ നമുക്ക് കിട്ടും. അപ്പൊ ഒരിക്കലും ഒരു സമൂഹത്തിൽ നിന്ന് ഒരു ഉത്തമമായ ഒരു തീരുമാനം നഷ്ടപ്പെടുകയില്ല. എന്നാൽ ഒരാൾ തീരുമാനമെടുത്താൽ പലപ്പോഴും എന്ത് ചെയ്യും, അബദ്ധപ്പെടും. എന്നാൽ സമൂഹമാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ അവിടെ ഒരിക്കലും എന്ത് ചെയ്യില്ല, അബദ്ധം വരിക സാധ്യമല്ല. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇസ്തിമാഉ ആറാഇൽ ജമാഅ വഅഖൂലിഹ മുബർറഅത്തുൻ ലിസഅബിൽ ഉമൂർ മുബർരിമത്തുൻ ലിസഅബിൽ ഉമൂർ. ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് എല്ലാ പ്രയാസമുള്ള കാര്യത്തെ എന്താക്കുന്നതാണ്, സിമ്പിളാക്കുന്നതാണ്. അതുകൊണ്ടാണ് അംർ ഇബ്നു ആസ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, എന്താണ് അറബികളുടെ കൂടുതലുള്ള ദാഹിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ദീർഘവീക്ഷണങ്ങളും അതുപോലെ തന്നെ എന്താണ് വലിയ പരിചയ സമ്പത്തുമെല്ലാമുള്ള ആളുകൾ, അവർക്കാണ് ദാഹിയത്തുകൾ എന്ന് പറയുന്നത്. എല്ലാത്തിലും അഭിപ്രായം പറയുന്നവരാണ്. അവരുടെ മുമ്പിൽ അവരൊരു വലിയ മല വന്ന് കിടക്കുകയാണെങ്കിൽ അവരെ അലിയിപ്പിച്ച് കളിക്കും. അതിനെ അത്ര എന്താണ് ബുദ്ധിപരമായിട്ടുള്ളതിന്റെ മികവ് അവർക്കുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യം. അപ്പോ മുഷാവറ നടത്തുന്ന ആരോടായിരിക്കണം? ഏറ്റവും യോഗ്യന്മാരായ ആളുകളോടായിരിക്കണം. അല്ലാതെ എന്താണ്, എല്ലാം മുടക്കികൾ ഉണ്ടാകും.
അവരെന്താണ് വെറും അഭിപ്രായ പഞ്ചായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അവരുടെ എന്താണ് ഒരു കാര്യം നമ്മൾ ചോദിക്കാൻ പറ്റില്ല, അവർ 100 കാര്യങ്ങൾ പറയും. നമുക്ക് ആകെ എന്തായി പോകും, ഒരു പ്രയാസകരമായി പോകും. ഒരെന്താണ് ഒരു ചെറിയ കാര്യം, ഒരു തൂണ് വെച്ചിരുന്ന കാര്യമായിരിക്കും, അതിനെക്കുറിച്ച് അവർ 100 അഭിപ്രായം പറയും. മനസ്സിലായി? ആർക്കും ദേഷ്യം വരും. അങ്ങനെയൊന്നല്ല, എല്ലാത്തിനെ കുറിച്ച് വിവരമുള്ള എന്താണ് ദീർഘവീക്ഷണമുള്ള ആളുകളോടാണ് കൂടിയാലോചിക്കേണ്ടത്. മാത്രമല്ല അക്രാനുകളോട് കൂടിയാലോചിക്കരുത്. കാരണം അവിടെ നിന്ന് എന്തുണ്ടാകും, എന്താണ് പ്രായത്തിലും പദവിയിലുമുള്ള ആളുകളോട് കൂടിയാലോചിക്കരുത്, മുതിർന്ന ആളുകളോട്. കാരണം എന്താണ്, അവരൊക്കെ ഹസദുകൾക്ക്, അസൂയ വരാനൊക്കെ സാധ്യതയുണ്ട്. കാരണം എന്താണ്, അല്ലേ, ഒരേ വയസ്സിലും ഒരേപോലുള്ള ആളുകൾ കൂടിയാലോചിക്കാൻ പാടില്ല. കാരണം അസൂയ വരും, അപ്പൊ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ മാത്രമല്ല, ഒരാളോടല്ല, ഒരുപാട് ആളുകളോട് കൂടിയാലോചിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻ കുൻതു ലഅസ്അലു അനിൽ അംറിൽ വാഹിദ് 30 മിൻ അസ്ഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഒരു കാര്യം 30 സഹാബിമാരോട് ചോദിക്കാറുണ്ടായിരുന്നു, ഏതെങ്കിലും ഒറ്റ വിഷയം. മാത്രമല്ല എന്താണ്, സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു. ആരാണ് ഉമർ? എല്ലാം എന്താണ് തീരുമാനമെടുക്കാനുള്ള ഉത്തമമായ എന്തുണ്ടായിരുന്നു, ആ ഒരു കഴിവുള്ള വ്യക്തിയായിരുന്നു ഉമർ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ അഭിപ്രായങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെ? റസൂലുള്ളാഹിന്റെ എല്ലാ തീരുമാനങ്ങളും തന്റെ അഭിപ്രായം തുറന്നു പറയുന്ന ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആ സുൽഹുൽ ഹുദൈബിയയാണെങ്കിലും ഏത് സംഭവമാണെങ്കിലും. എന്നാലോ ഉമറിന്റെ ഒരു കാര്യം എന്താണ് തീരുമാനിക്കണമെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ആരെയും വിളിച്ചുകൂടും, അസ്ഹാബുൽ ബദറിനെ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബത്തിന്റെ കൂട്ടത്തിലുള്ള സാദാത്യങ്ങളെ എന്തെയും വിളിച്ചു കൂട്ടും. നമുക്കറിയാം ഖാദിസിയ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഉമർ എന്ത് ചെയ്തു, ഉമറിന് ദേഷ്യം വന്നു. കാരണം എന്താണ്, പേർഷ്യയിലെ രാജാവ് ഒരുപാട് മുസ്ലിമീങ്ങളെ ബന്ദികളാക്കി പിടിക്കുകയും മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് കേട്ടു. ഉമറിന് എന്താണ് ദേഷ്യം വന്നു. ഉമർ ഒരു ദിവസം എന്ത് ചെയ്തു, നേരെ ഒറ്റ പറഞ്ഞാൽ മദീനയിൽ, എന്നിട്ട് മദീന വിട്ടു. പക്ഷെ എന്താണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒക്കെ കൂടെ വന്നുകൊണ്ട് വേഗം ഓടി വന്നു. എന്നിട്ട് ഉമറിനോട് പറഞ്ഞു, താങ്കൾ പുറപ്പെടാൻ പാടില്ല. കാരണം അള്ളാഹു ഖദറാക്കിയെന്ന് വിചാരിക്കുക, അവിടെ വെച്ചിട്ട് താങ്കൾ മരണപ്പെടാണ്. അതോടുകൂടി മുസ്ലിമീങ്ങളുടെ എന്ത് നഷ്ടപ്പെടും, ഒരു ശക്തി നഷ്ടപ്പെടും. ഉമർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിലൂടെ എന്താ സംഭവിക്കുക? ഉമർ ഒരു സ്വാഭാവികമായ മരണം വരിക്കുകയാണെങ്കിൽ നല്ല പ്രശ്നം. മറ്റെന്താണ്, ശത്രുക്കളുടെ എന്താണ് യുദ്ധത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ എന്തായി, ശത്രുക്കൾക്ക് എന്തുണ്ടായി, ഒരു വലിയ എന്തുണ്ടായി, ഒരു ധൈര്യം പകരും. അവരെന്താണ്, വിജയം എന്താണ്, അവർക്ക് എല്ലാ തരത്തിലും ഒരു എന്താണ് ആത്മധൈര്യം അവർക്ക് അത് പകരും. മുസ്ലിമീങ്ങൾ ആകെ ദുർബലരായി പോകും. അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യേണ്ടതില്ല, പോകേണ്ടതില്ല എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും എന്താണ് ശക്തമായി ആണയിട്ട് പറഞ്ഞു. താരം അനുസരിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു അനുസരിച്ചു. എന്നിട്ട് പകരമായിട്ട് ആരയച്ചു കൊടുത്തു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ അമീറായിട്ട് നിശ്ചയിച്ചു. അപ്പോൾ ഇതാണ് ആര് എന്താണ് ബുദ്ധിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ദീർഘവീക്ഷണത്തിന്റെ കാര്യത്തിലും പക്വതയുടെ കാര്യത്തിലും അറിവിന്റെ കാര്യത്തിലും എല്ലാം എന്താണ് അതിന്റെ എല്ലാം എന്താണ് നെറുകയിലെത്തിയിട്ടുള്ള സഹാബിമാരും അതിനു മുമ്പ് അമ്പിയാക്കളുമെല്ലാം അങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. وإلى هنا وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.